ഞങ്ങൾക്ക് തെല്ലും ആശങ്കയില്ല. എല്ലാ വിശ്വാസവും ജനങ്ങളിലാണ്. ആ ജനവിധിയുടെ കൃത്യതയും ആധികാരികതയും പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ബോധ്യമാണ്. അതിന് പകരമാകുന്നില്ല ഒരു എക്സിറ്റ് പോളും. എക്സിറ്റ് പോളെല്ലാം ശരിക്കും പറഞ്ഞാൽ വലിയ കോർപ്പറേറ്റ് ശക്തികൾ അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൻ്റെ താല്പര്യാർത്ഥം നടത്തുന്ന ഒരു മനഃശാസ്ത്ര യുദ്ധം തന്നെയാണ്. അതിൻ്റെ ലക്ഷ്യം ഞങ്ങളെ ദുർബലമാക്കലാണ് മാനസികമായി. ഞങ്ങളുടെ മറുപടി, ഈ യുദ്ധത്തിൽ ഞങ്ങൾ ദുർബലരല്ല. മാനസികമായി ഞങ്ങളെ ദുർബലമാക്കാമെന്ന് ഇവർക്കാർക്കും വ്യാമോഹം വേണ്ട. ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയറാണ്. വലതുപക്ഷ പാർട്ടികൾക്ക് വേണ്ടി എക്കാലത്തെയും അവരുടെ ബന്ധുക്കളായിട്ടുള്ള കോർപ്പറേറ്റുകൾ നടത്തുന്ന എക്സിറ്റ് പോൾ മാമാങ്കം, അത് വിജയിച്ച കഥ എവിടെയുണ്ട്? എത്ര കോടി പേർ വോട്ട് ചെയ്തു? 60 കോടി 20 ലക്ഷം വോട്ടർമാർ വോട്ട് ചെയ്തു. ഈ എക്സിറ്റ് പോൾ വിദഗ്ധന്മാർ എത്ര പേരെ കണ്ടു? ആകെ വോട്ടർമാരുടെ 0.00000 ആൾക്കാരെ പോലും കാണാത്ത അത്രയും ചുരുക്കപ്പേരെ കണ്ടുകൊണ്ട് ഇവർ പറയുകയാണ് ഈ സമസ്ത ഇന്ത്യയിലെയും വോട്ടർമാരുടെ മനസ്സെല്ലാം അവർ വായിച്ചു എന്ന്. അത് പാളിപ്പോയ മാമാങ്കമാണെന്ന് പണ്ടും നമുക്കറിയാം. 2004 പിന്നെ 9 14 എല്ലാം കണ്ട അനുഭവങ്ങളുണ്ട്. എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും പൊളിഞ്ഞ് പാളിയസായ കാര്യം. ഈ എക്സിറ്റ് പോളും പാളിയസാകും, സംശയമൊന്നും ആർക്കും വേണ്ട. ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ്. ഞങ്ങളുടെ സർവേ അവരോടായിരുന്നു. LDF കേരളത്തിൽ നടത്തിയ ആ സർവേ 100% പൂർണ്ണമായിരുന്നു. എല്ലാ വോട്ടർമാരെയും ഒരിക്കലല്ല പലവട്ടം കണ്ട് LDF നടത്തിയ ഒരു സർവേ ഉണ്ട്. എല്ലാ വോട്ടർമാരെയും എല്ലാ വീടുകളിലും പോയി. അതിൻ്റെ ബലത്തിൽ LDF പറയുന്നു, ഞങ്ങൾ വിജയോപദേശം മുറുകെ പിടിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നാളെ കാണാം. അതൊക്കെ പിന്നെ പറയാം, നാളെ പറയാം.